ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സഞ്ജയ് രണ്ടും കൽപ്പിച്ചിട്ടാണ് കേട്ടോ. ഗിരിയോട് എന്തായാലും എനിക്ക് പകരം വീട്ടണം. അത് ഞാൻ എങ്ങനെയാണെങ്കിലും ഏത് രൂപത്തിലാണ്, പൈസ കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് അവനോട് പകരം വീട്ടണം. എൻ്റെ അനിയത്തിനെ അവൻ കരയിപ്പിച്ചു, കുറേ കൂടെ നടത്തി ലാസ്റ്റ് അവൻ ചതിച്ചു. അപ്പോൾ അവൻ്റെ അനിയത്തിനെ വെച്ചിട്ട് തന്നെ എനിക്ക് അവനോട് പകരം വീട്ടണം, അവനെ നശിപ്പിച്ചിട്ട് പകരം വീട്ടണമെന്നൊക്കെ മനസ്സിൽ ആൾ വിചാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്വപ്നനെ വിളിച്ചിട്ട് ഹലോ സ്വപ്ന, നീ ഇപ്പോൾ ഫ്രീ ആണോ? ഞാൻ ഇവിടെ ബോറടിച്ചിട്ട് ഇരിക്കുകയാണ്. അതിനെന്താണ്, എന്താ കാര്യം പറയണേ? അല്ല, നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമോ? ഇവിടെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഇവിടെ ആരുമില്ലാന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ തന്നെ സ്വപ്നയ്ക്ക് എന്തോ പോലെ, അവൻ ഉദ്ദേശിച്ചിട്ടാണ്, അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ പൈസ മോഹിച്ചിട്ട് അവനെ ചതിക്കാനുള്ള പ്ലാനിലാണ് ഇവൻ്റെ ഉദ്ദേശം വന്നിട്ട് ഇവളെ നശിപ്പിച്ചിട്ട് ഗിരിനെ ഉപദ്രവിക്കാലോ, പകരം വിട്ടാലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് രണ്ടാളും വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരി ആയിക്കോട്ടെ, ഞാൻ വന്നോളാം പറഞ്ഞിട്ട് സ്വപ്ന പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ ഇറങ്ങാൻ നേരത്തെ നമ്മുടെ മഞ്ജു അവളെ വിളിക്കുന്നുണ്ട്. സ്വപ്ന, നീ എങ്ങോട്ടാണ് പോകണത്? അതൊക്കെ നിന്നോട് ഞാൻ എന്തിനാണ് പറയണത്? എനിക്ക് പോകാൻ സ്ഥലങ്ങളില്ലാത്തത് അല്ല, നീ പോണത് സഞ്ജയൻ്റെ വീട്ടിലേക്കാണെന്ന് എനിക്കറിയാം. നിന്നോട് ഗിരിയേട്ടൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകണ്ട, അവൻ നല്ലവനല്ല, അവനിക്ക് ദുശ്ചിന്തയുള്ള ആളാണ്. നിങ്ങൾ തന്നു പറഞ്ഞ് നീ അത് വാങ്ങാൻ നിൽക്കണ്ട. അവൻ ജ്യൂസിലൊക്കെ മയക്കുമരുന്നും അല്ലെങ്കിൽ ഉറക്ക ഗുളികയൊക്കെ തന്നിട്ട് ആൾക്കാരിനെയൊക്കെ പിള്ളേരിനൊക്കെ മയക്കി കടത്തിയിട്ട് അവനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ അതൊന്നും അവൾ വില വയ്ക്കണേ ഇല്ല. അവൾ നമ്മുടെ മഞ്ജു പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എതിരായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം സഞ്ജയേട്ടൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. നിൻ്റെ ഉപദേശമൊന്നും വേണ്ട, എനിക്ക് അവനോട് അസൂയ ഉണ്ടാകും. കാരണം ഇത്രയും കോടീശ്വരനായ അവനെ എനിക്ക് കെട്ടാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു അസൂയ എനിക്ക് എന്നോടുണ്ടാകും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം കേട്ടോ സ്വപ്ന. എനിക്ക് നിന്നോട് ഒന്നുമില്ല, എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ. നീ ഇപ്പോൾ പോണത് വലിയൊരു കുഴിക്കാണ്, നീ തന്നെ നിന്റെ കുഴിക്കുകയാണ് പറഞ്ഞിട്ട് മഞ്ജു പറയണം കേട്ടോ. എന്നിട്ട് അവളുടെ വാക്കൊന്നും കേൾക്കാതെ ധിക്കരിച്ചിട്ട് അവൾ സഞ്ജയൻ്റെ വീട്ടിലോട്ട് പോകണം. പോയിട്ട് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ സഞ്ജയ് ഡോർ തുറക്കുന്നുണ്ട്. നീ വന്നോ, നിന്നെയും കാത്തിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. ഇവനാണെങ്കിൽ അവിടെയുള്ള ശാലിനിയും ചാച്ചനും ഒക്കെ ഇവിടെ നാട്ടിവിട്ടിരിക്കുകയാണ്. ഇവള് വന്നിട്ട് ഇവളെ എന്തെങ്കിലും ചെയ്യണമല്ലോ, അപ്പോൾ അവരാദ്യം അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനൊക്കെ വിട്ടാക്കിയിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇവളുള്ളിൽ കയറിയതും ഡോർ അടച്ച് കുറ്റിയിട്ടു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ സ്വപ്നം ചോദിക്കുന്നുണ്ട്, അല്ല സഞ്ജയുടെ ഡോറൊക്കെ കുറ്റിയുണ്ട്, അല്ല ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല, നമ്മൾ രണ്ടാളല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് ഗിരിയോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാൾക്കും പ്രശ്നമാണ്. നമ്മളായിട്ട് തന്നെ എന്തിനാ നമ്മുടെ കുഴി കുഴിക്കണ പറഞ്ഞിട്ട് ഓരോ മുട്ടനായും പറഞ്ഞിട്ട് അവളെ വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അവൾക്കറിയാം അവൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് എങ്ങനെയാണെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അവൾ ഇവൻ പറയണം വിശ്വസിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വപ്നയ്ക്ക് നല്ല ടെൻഷനുണ്ട്. മോൾ എന്തിനാണ് ടെൻഷനാവണം? എനിക്ക് നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഒരു സന്തോഷം സമാധാനത്തിന് മാത്രമാണ്, അല്ലാണ്ട് എനിക്ക് നിന്നോട് ഒരു ദുരുദ്ദേശത്തോടെ ഒന്നും അല്ല ഞാൻ നിന്നെ വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ആകെ ആൾ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പം മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്, കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കണം. എനിക്ക് കോഫി മാത്രം മതി പറയണം കേട്ടോ. എന്നിട്ട് അവൻ കോഫി എടുക്കാനൊക്കെ പോകുന്നുണ്ട്. കോഫി എടുക്കാൻ പോയിട്ട് കോഫിയിൽ ഉറക്ക ഗുളിക ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അവൻ പറയുന്നുണ്ട്, എനിക്ക് ഗിരിയോട് നല്ല ദേഷ്യമുണ്ട്, അത് ഞാൻ നിന്നെ നശിപ്പിച്ചിട്ട് തന്നെയായിരിക്കും ഗിരിയോടുള്ള ആ ഒരു പ്രതികാരം തീർക്കാൻ പോണത്. പിന്നെ എൻ്റെ അനിയത്തിനെ അവൻ ദ്രോഹിച്ചിട്ട് അങ്ങനെയല്ല, പിന്നാലെ നടന്ന് കെട്ടാൻ പറഞ്ഞിട്ട് അവസാനം അവൻ കെട്ടാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി നിന്നെ ഞാൻ മുതലാക്കും പറഞ്ഞിട്ട് മയക്കുമരുന്ന് അതിക്ക് ഇടുകയാണ് കേട്ടോ. മയക്കുമരുന്ന് ഉറക്ക ഗുളിക അതിക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ സ്വപ്നയ്ക്ക് കൊടുക്കാനും വേണ്ടി പോകുന്നുണ്ട്. സ്വപ്ന അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ റൂമിലേക്ക് അവളെ കൊണ്ടുപോയിട്ട് അവൾ പെട്ടെന്ന് എണീക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മഞ്ജുവും എല്ലാവരും അങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ പറയുന്നുണ്ട്, ഞാൻ സഞ്ജയേട്ടൻ നന്നായി വിശ്വസിച്ച് പോയി, എന്നോട് എത്ര പേര് പറഞ്ഞു എന്നറിയാം സഞ്ജയേട്ടൻ രൂപൂല അവൾ ഒഴിയാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ സഞ്ജയേട്ടനെ വിശ്വസിച്ചുണ്ട്, സഞ്ജയേട്ടൻ എന്നെ ചതിച്ചില്ലേ, എന്നെ നശിപ്പിച്ചില്ലേ പറഞ്ഞിട്ട് ഓരോന്ന് പറയണം കേട്ടോ. എന്നിട്ട് അവിടേക്ക് നമ്മുടെ സ്വപ്നയും മഞ്ജുവും ഗിരിയും ഒക്കെ എത്തുകയാണ് കേട്ടോ. എല്ലാവരും അവിടെ ഓടിക്കൂടുകയാണ്. പിന്നെ കാണിക്കുന്ന സീനുമായിട്ട് നമ്മുടെ മുകുന്ദൻ്റെ വീട്ടിലേക്ക് ഒരു കസ്റ്റമർ വരികയാണ് കേട്ടോ. കസ്റ്റമറെല്ലാം വിൽക്കാൻ ഒരു സെയിൽസ് ഗേൾ വരികയാണ്. അപ്പോൾ നമ്മുടെ മഹിമ ആ ഒരു സമയത്ത് തന്നെ മുകുന്ദൻ ചായ കൊടുക്കാൻ വേണ്ടി വരികയാണ്. അത് മുകുന്ദൻ്റെ കല്യാണം കഴിഞ്ഞതാണോ, എന്തായാലും നിങ്ങളെ കാണാൻ നല്ല ചേർച്ചയുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് നല്ല സന്തോഷമാവും കേട്ടോ. അപ്പം തന്നെ മുകുന്ദന്മാരും അയ്യോ ഇതെൻ്റെ ഭാര്യയൊന്നും ഇല്ല പറഞ്ഞിട്ട് പറയണം. എന്തായാലും
എന്തായാലും ഭാര്യ അല്ലെങ്കിലും നിങ്ങളെ കാണാൻ ഒരു നല്ല ചേർച്ചയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.